ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകും. സോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കിൽമാനോക്ക് സിറ്റിയിലുള്ള ഒരു ഫൗണ്ടെയിനും ഒരു സ്റ്റാച്യുവുമാണ്. കിൽമാനോക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന സിറ്റിയാണ്. അത് ഇരിക്കുന്നത് സ്കോട്ട്ലാൻഡിലാണ്. അപ്പം ആ സിറ്റിയിലുള്ള ചില ഇടങ്ങളാണ് ആദ്യം ഞങ്ങൾ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും UK-ലല്ലാതെ നാട്ടിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് UK കാണണം, അല്ലെങ്കിൽ UK-യിലെ സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയണമെന്നുള്ളവർക്ക് ഞങ്ങളുടെ വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ആക്ച്വലി ഒരു ഡിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തുള്ള ഒരു ഫൗണ്ടെയിനാണ്. ഇത് 1910 നിർമ്മിച്ചതാണ്. അത് കിൽമാനോക്ക് സിറ്റിക്ക് വേണ്ടി കിൽമാനോക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസൻറ്റഡ് ചെയ്ത ഒരു ഫൗണ്ടെയിനാണ്. അതിൻ്റെ ആ സൈഡൊക്കെ ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഭരണിയിലൊക്കെ ഷേപ്പിൽ നല്ല മോഡലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് പൈപ്പ് കണക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ബട്ട് ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചും പൈപ്പ്സ് മാത്രം കാണാൻ പറ്റും. അതിൽ വാട്ടറോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ചെറിയ ഫൗണ്ടെയിൻ ആയാലും കാണാൻ ടോപ്പ് ടു ബോട്ടം നല്ല ഭംഗിയാണ്. നല്ല എന്താ പറയുന്നത്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് അതിനെ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രത്യേകിച്ചും വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതൊരു ഡിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്താണ്. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കണ്ടറിയാം. UK-യിലുള്ള നമ്മുടെ വീടുകളൊക്കെ ഏകദേശം കാണാൻ സെയിം ആണ്. നമ്മുടെ നാട് പോലെ ഇങ്ങനെ കളർഫുള്ളായിട്ടൊന്നും ആയിരിക്കത്തില്ല. ഏകദേശം എല്ലാ ബിൽഡിങ്ങും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ അവിടുത്തെ എല്ലാ ബിൽഡിങ്ങും കാണാൻ ഒരുപോലെ ആയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ടായി. അപ്പം തണുപ്പ് മൈനസൊക്കെ സ്റ്റാർട്ടായി തുടങ്ങി. പിന്നെ ഇവിടെ നമുക്ക് എപ്പോൾ നോക്കിയാലും എല്ലായിടവും പച്ചയായിട്ടേ കാണപ്പെടുന്നത്. കാരണം ഇവിടെ എപ്പോഴും മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും പച്ചയായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ അറിയാം, മരങ്ങളിലൊക്കെ ഇലയൊക്കെ പൊഴിഞ്ഞാൽ നിൽക്കുന്നത്. ബിക്കോസ് വിൻ്റർ സ്റ്റാർട്ടാകുമ്പം എല്ലാ ഇലകളും പൊഴിയും. പിന്നെ വീണ്ടും സ്പ്രിങ് ആകുമ്പോൾ എല്ലാ ഇലകളും വരും. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമുക്ക് എല്ലാ സീസൺസും 4 സീസൺസും നമുക്ക് അറിയാൻ പറ്റും. സ്പ്രിങ്, ഓട്ടം, വിൻ്റർ ആൻഡ് സമ്മർ. അത് 4 സീസൺ നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടെയാണ് UK. ഇതൊക്കെ അതിൻ്റെ ബാക്കിലുള്ള ബിൽഡിങ്സാണ്. അതുകൊണ്ടോ എല്ലാം നോക്കാൻ എല്ലാം സെയിം ആയിരിക്കും. അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് കഴിഞ്ഞ് നമ്മളിനി ഒരു സ്റ്റാച്യൂവും കൂടെ കാണാൻ പോവുകയാണ്. അതും ഇതിൻ്റെ കുറച്ചൊക്കെ അടുത്തുള്ള ഒരു സ്റ്റാച്യൂ ആണ്. ഇവിടുത്തെ ട്രീസിലുണ്ടോ ഒരു ഇല പോലും ഇല്ല. ഇതാ സ്റ്റാച്യു. ഈ സ്റ്റാച്യു ആക്ച്വലി ഷാബാദ് എന്ന് പറയുന്ന വ്യക്തി 1764 മുതൽ 1843 കാലഘട്ടങ്ങളിൽ ഇവിടെ ജീവിച്ച കിൽമാനോക്കിൻ്റെ അടുത്ത് തന്നെ ജനിച്ച ഒരു സ്കോട്ടിഷുകാരായ ഒരു വ്യക്തിയുടെ സ്റ്റാച്യു ആണ്. ഈ വ്യക്തിയാണെങ്കിൽ 1805 ലണ്ടൻ്റെ ലോർഡ് മേയറായിട്ട് ആയിരുന്ന ഒരു വ്യക്തിയാണ്. സോ ആ വ്യക്തിയുടെ ഓർമ്മയ്ക്കായി ഇവർ നിയമിച്ചൊരു സ്റ്റാച്യു ആണ്. ഈ സ്റ്റാച്യു മാർബിളും ഗ്രാനൈറ്റും കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ സറൗണ്ടിങ്സ് ഏരിയ അവിടെ പ്രത്യേകിച്ചും വേറെ ഒന്നുമില്ല കാണാൻ, മരങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.